ഇന്ന് ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ് വറുത്തരച്ച്. അപ്പോൾ റെസിപ്പി നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാളയും കുറച്ച് പച്ചമുളകും ഒരു തക്കാളി അത്ര മതി. വറുത്തരക്കുന്നതുകൊണ്ട് ഒരുപാട് സവാള ഒന്നും വേണ്ട. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ പെട്ടെന്ന് ആവുന്നതുകൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾ പൊടി ഇടണം, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, മുളക് പൊടി ചേർക്കുക, അതുപോലെ ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. കുരുമുളക് പൊടിയും ചേർക്കണേ, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ഞണ്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 1 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഗ് പീസസൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, അതിടുന്നില്ല, വെറും മറ്റേത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും. അപ്പോഴേക്കും തേങ്ങ വറുക്കുക. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, അതുപോലെ മുഴുവൻ മല്ലിയില്ലേ, അതുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ മുഴുവൻ കുരുമുളക്, അതുപോലെ പെരിഞ്ചീരകം, കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഇത് നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് വറുത്തെടുത്തിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഞണ്ട് ഇവിടെ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഒന്ന് തിളച്ചാൽ മതി, അപ്പോഴേക്കും ഇത് റെഡിയാവും. ഒരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനി അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് കറി റെഡി. അപ്പം ഞണ്ടിൻ്റെ കാലം ഇവിടെ പോയി ആലോചിച്ചിട്ട് വിഷമിക്കണ്ട, അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞണ്ടിൻ്റെ ലെഗ് ഫ്രൈ, പിന്നെ ഞണ്ട് വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ കഴിക്കാൻ പത്തിരി ഉണ്ട്. പത്തിരി, ഒറോട്ടി, അരി റോട്ടി എന്ത് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി ഫ്ലഷുള്ള ഞണ്ടാണ് കേട്ടോ. അവിടെ വാങ്ങിച്ച ലുലുന്ന് വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീറ്റാണ്. ഞണ്ട് ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പൊരിഞ്ഞ പോരാട്ടമായിരുന്നു.